എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ് പ്രിപ്പോസിഷൻസിനെ കുറിച്ചാണ്. പ്രിപ്പോസിഷൻസിനെ കുറിച്ച് നമ്മൾ നേരത്തെ 2-3 ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അത് കാണും. ഇന്ന് നമ്മൾ മെയിൻലി ചില ഫിക്സഡ് വേർഡ് കോമ്പിനേഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പ്രിപ്പോസിഷൻസ് ഉൾപ്പെടുന്ന ചില ഫിക്സഡ് കോമ്പിനേഷൻസ്. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. പലരും ചോദിച്ചിരുന്നു ഓൺലൈൻ കോഴ്സസ് ഉണ്ടോ എന്ന്. ജൂലൈ 1st 2nd വീക്കിലോ ആയി ഒരു ഓൺലൈൻ കോഴ്സ്, ഒരു പുതിയ ബാച്ച് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ തീർച്ചയായും ഈ കാണുന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യാം. ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സും അതുപോലെ തന്നെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, PSCയോ അതുപോലത്തെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മറ്റൊരു കോഴ്സും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്താണ്, നിങ്ങളുടെ ലെവൽ എന്താണ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു മെസ്സേജ്, ഇമെയിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഈ നമ്പറിലേക്ക് അയയ്ക്കുക. ഒരു മന്ത്ലി കോഴ്സിന് 3000 രൂപ വരുന്ന രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ലെവലിനനുസരിച്ചുള്ള കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ID-യിലേക്ക് ഒരു ഇമെയിൽ അയയ്ക്കുക. ജൂലൈ 10th കൂടിയാണ് ക്ലാസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ക്ലാസ് ചില വേർഡ് കോമ്പിനേഷൻസിനെ കുറിച്ചാണ്. വേർഡ് കോമ്പിനേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചില വാക്കുകൾക്ക് ശേഷം ചില പ്രത്യേക പ്രിപ്പോസിഷൻസ് തന്നെ ഉപയോഗിക്കണം. നമുക്കവിടെ മറ്റു പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. പൊതുവേ പ്രിപ്പോസിഷൻസ് ഇംഗ്ലീഷ് പഠിക്കുന്ന എല്ലാവർക്കും ഒരുപാട് കൺഫ്യൂഷന്, ഒരുപാട് തലവേദന ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് പ്രിപ്പോസിഷൻസ്. ചെറിയ വാക്കുകളാണ്, പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് സംബന്ധിച്ച് അത്ര വ്യക്തമായ റൂൾസ് ഒന്നുമില്ല. ഇങ്ങനത്തെ വേർഡ് കോമ്പിനേഷൻസ് നമ്മൾ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത് തെറ്റില്ലാതെ ഉപയോഗിക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഒരാൾക്ക് നല്ലതുപോലെ പാചകം അറിയാം എന്ന് കരുതാം. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? നമുക്കത് പല രീതിയിൽ പറയാം. ഇപ്പോൾ ഈ സെൻറ്റൻസ് തന്നെ, അവൾ നല്ലതുപോലെ പാചകം ചെയ്യും. നമുക്കിതിന് ഷീ ക്യാൻ കുക്ക് വെൽ എന്ന് പറയാം. അല്ലെങ്കിൽ ഷീ ഈസ് എ ഗുഡ് കുക്ക് എന്ന് പറയാം. അവളൊരു നല്ല പാചക വിദഗ്ധയാണ്. ഷീ ഈസ് എ ഗുഡ് കുക്ക്. നമുക്കിത് തന്നെ പ്രിപ്പോസിഷൻ ഉപയോഗിച്ചും പറയാം. നമുക്കിത് ഇങ്ങനെയും പറയാം, ഷീ ഈസ് ഗുഡ് അറ്റ് കുക്കിംഗ്. ഇവിടെ ഈ ഗുഡ് അറ്റ് എന്ന എക്സ്പ്രഷൻ നോക്കൂ. ഗുഡ് എന്ന അഡ്ജക്റ്റീവിന് ശേഷം അറ്റ് എന്നൊരു പ്രിപ്പോസിഷൻ ഉപയോഗിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാൻ ആവശ്യമായ വൈദഗ്ധ്യമുണ്ട്, അത് നല്ലതുപോലെ നമുക്ക് ചെയ്യാൻ അറിയും എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ ഗുഡ് അറ്റ് എന്ന ആ ഒരു ഫ്രേസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഗുഡ് ഇൻ എന്ന് പറയാൻ സാധിക്കില്ല, ഗുഡ് അറ്റ് എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ പെയിൻറ്റിങ് നല്ലതുപോലെ അറിയാമെങ്കിൽ ഷീ ഈസ് ഗുഡ് അറ്റ് പെയിൻറ്റിങ്. ഇനി നമുക്ക് ഗുഡ് അറ്റ് മാത്രമല്ല, നമുക്കൊരു കാര്യം ചെയ്യാൻ അറിയില്ല അതാണ് പറയേണ്ടതെങ്കിൽ നമുക്ക് ബാഡ് അറ്റ് എന്ന് പറയാം, ഹോപ്പ്ലെസ് അറ്റ് എന്ന് പറയാം, ക്ലെവർ അറ്റ് എന്ന് പറയാം. ക്ലെവർ അറ്റ് എന്ന് പറയുമ്പോൾ നല്ലതുപോലെ ചെയ്യാൻ കഴിയും, നല്ല വൈദഗ്ധ്യമുണ്ട്, അതാണ് അതിനർത്ഥം. ഹീ ഈസ് ഗുഡ് അറ്റ് പെയിൻറ്റിങ്. അവൻ നല്ലതുപോലെ പെയിൻറ്റ് ചെയ്യും. ഐ ആം ബാഡ് അറ്റ് റിപ്പയറിങ് തിങ്സ്. എനിക്കങ്ങനെ വസ്തുക്കൾ നേരെയാക്കാനോ റിപ്പയർ ചെയ്യാനൊന്നും അങ്ങനെ അതിനുള്ള കഴിവില്ല. ഐ ആം ബാഡ് അറ്റ് റിപ്പയറിങ് തിങ്സ്. ഐ ആം ബാഡ് അറ്റ് സിംഗിങ്. എനിക്ക് പാടാനുള്ള കഴിവില്ല. ഐ ആം ഹോപ്പ്ലെസ് അറ്റ് ഡ്രൈവിംഗ്. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു രക്ഷയുമില്ല എന്നർത്ഥം. എനിക്കത് ഒട്ടും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്, ഒട്ടും വഴങ്ങാത്ത ഒന്നാണ് ഡ്രൈവിംഗ് എന്നർത്ഥം. ഇവിടെ എല്ലാം നമ്മൾ അറ്റിന് ശേഷം ഉപയോഗിക്കുന്ന ഒരു ING ഫോമാണ്, അതുകൂടി ശ്രദ്ധിക്കണം. മെയിൻലി നമ്മളിതിങ്ങനെ ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത് ഗുഡ്, ബാഡ്, ക്ലെവർ, ഹോപ്പ്ലെസ് ഇതുപോലുള്ള എക്സ്പ്രഷൻസിന് ശേഷമാണ് നമ്മളിങ്ങനെ അറ്റ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം പിന്നെ ഏത് ആക്ടിവിറ്റിയാണോ നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത് അതിനെ സൂചിപ്പിക്കുന്ന ഒരു ING ഫോമാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. ഷീ ഈസ് ഗുഡ് അറ്റ് കുക്കിംഗ്. ഐ ആം ബാഡ് അറ്റ് റിപ്പയറിങ് തിങ്സ്. എനിക്ക് അങ്ങനെ വസ്തുക്കൾ നേരെയാക്കാൻ ആവശ്യമായ വൈദഗ്ധ്യം ഇല്ല. ഐ എം ഹോപ്പ്ലെസ് അറ്റ് ഡ്രൈവിംഗ്. എനിക്ക് ഡ്രൈവിംഗ് ഒരു രക്ഷയില്ല, ഡ്രൈവിംഗ് ചെയ്യാനേ അറിയില്ല എന്നർത്ഥം. ഇവിടെയൊന്നും നമ്മൾ ഇന്ന് ഉപയോഗിക്കരുത്, അറ്റ് തന്നെ ഉപയോഗിക്കുക. ഗുഡ്, ബാഡ്, ക്ലെവർ, ഹോപ്പ്ലെസ് ഈ അഡ്ജക്റ്റീവ്സിന് ശേഷം നമുക്കൊരു കാര്യം നല്ലതുപോലെ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ കഴിയില്ല എന്ന് പറയുന്നതിന് വേണ്ടി അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക. അതിനുശേഷം പിന്നെ ഒരു ING ഫോം വേണം ഉപയോഗിക്കാൻ. ഇനി ഈ എക്സ്പ്രഷൻസ് ഒന്ന് നോക്കൂ. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്തു, അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയില്ലേ വലിയ ഉപകാരം എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ അങ്ങനെ പറയും, നന്ദിയുണ്ട്, വലിയ ഉപകാരം എന്ന് പറയും. ഈ വലിയ ഉപകാരം എന്ന് പറയാൻ ഇംഗ്ലീഷിൽ അങ്ങനെ അതിന് തുല്യമായ പ്രയോഗങ്ങളൊന്നുമില്ല. അവരെന്താ പറയുക എന്നറിയോ? അവർ പറയും ദറ്റ് വാസ് റിയലി കൈൻഡ് ഓഫ് യു എന്ന് പറയും. എന്നെ സഹായിച്ചതിന് വലിയ ഉപകാരം. ഇറ്റ് വാസ് റിയലി കൈൻഡ് ഓഫ് യു, അല്ലെങ്കിൽ ദാറ്റ് വാസ് റിയലി കൈൻഡ് ഓഫ് യു. ഈ കൈൻഡ് ഓഫ് യു എന്ന ആ ഒരു എക്സ്പ്രഷന് ശേഷം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടു ഇൻഫിനിറ്റീവ് ആണ് കേട്ടോ. എന്താണ് അവർ നമുക്ക് വേണ്ടി ചെയ്തു തന്നത് എന്നുകൂടി നമ്മളവിടെ പറയും. അത് നിർബന്ധമില്ല, അത് അവർക്ക് തന്നെ അറിയാവുന്ന ഒരു സാഹചര്യം ആകുമ്പോൾ ജസ്റ്റ് ഇറ്റ് വാസ് റിയലി കൈൻഡ് ഓഫ് യു അത്രയും പറഞ്ഞാൽ മതി. ഇത് അവർ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തന്ന് അതിനോടുള്ള നമ്മുടെ റെസ്പോൺസ് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്.
പൊതുവെ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്ന അഡ്ജക്റ്റീവ്സ് ആണ് നൈസ്, കൈൻഡ്, ഗുഡ്, ജനറസ്, പൊളൈറ്റ്, സ്റ്റുപ്പിഡ്, സില്ലി. ഇതിനെല്ലാം ശേഷം നമുക്കിങ്ങനെ ആരെങ്കിലും എന്തോ ഒന്ന് ചെയ്തു, നമുക്ക് അതിനോടുള്ള ആ ഒരു പ്രതികരണം അതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ എനിക്ക് ചെയ്തു തന്നത് വലിയ ഉപകാരമായിരുന്നു. ഇറ്റ് വാസ് റിയലി കൈൻഡ് ഓഫ് യു. ഇനി നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അത് വലിയ മണ്ടത്തരമായിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിലും, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് യു എന്ന് പറയാം, ഇറ്റ് വാസ് ഫൂളിഷ് ഓഫ് യു എന്ന് പറയാം, ഇറ്റ് വാസ് സില്ലി ഓഫ് യു എന്ന് പറയാം. ഈ എക്സാമ്പിൾ നോക്കൂ. നീ വാതിൽ ലോക്ക് ചെയ്യാതിരുന്നത് വലിയ മണ്ടത്തരമായി, അതൊരു അബദ്ധമായിരുന്നു. ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് യു നോട്ട് ടു ലോക്ക് ദ ഡോർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് യു ടു ലീവ് ദ ഡോർ അൺലോക്ക്ഡ് എന്ന് പറയാം. ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് യു ടു ലീവ് ദ ഡോർ അൺലോക്ക്ഡ്. ലീവ് ദ ഡോർ അൺലോക്ക്ഡ് എന്ന് പറയുമ്പോൾ വാതിൽ ലോക്ക് ചെയ്യാതെ ഇട്ടു, അതാണ് അതിനർത്ഥം. അല്ലെങ്കിൽ നമുക്ക് എന്തു പറയാം, ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് യു നോട്ട് ടു ലോക്ക് ദ ഡോർ എന്നും പറയാം. നോട്ട് ടു ലോക്ക് ദ ഡോർ, വാതിൽ അടയ്ക്കാതിരുന്നത് വലിയ അബദ്ധമായി. ഇവിടെ നമുക്ക് സ്റ്റുപ്പിഡിന് പകരം ഫൂളിഷ് എന്ന് പറയാം. ഇറ്റ് വാസ് ഫൂളിഷ് ഓഫ് യു എന്ന് പറയാവുന്നതാണ്. നീ ചെയ്തത് എന്തൊരു വലിയ അബദ്ധമായിരുന്നു, എന്തൊരു മണ്ടത്തരമായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് യു എന്ന് പറയുന്നത്. മറ്റാരെങ്കിലും ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് ഹർ, അല്ലെങ്കിൽ ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് ഹിം, അവൻ ചെയ്തത് എന്തൊരു അബദ്ധമായിരുന്നു. നമ്മൾ തന്നെ ചെയ്ത മണ്ടത്തരങ്ങളെ കുറിച്ചാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ പറയുക ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് മീ എന്നാണ്. ഞാൻ ചെയ്തത് എന്തൊരു വലിയ അബദ്ധമായി, ഇറ്റ് വാസ് സ്റ്റുപ്പിഡ് ഓഫ് മീ. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത് നൈസ്, സ്റ്റുപ്പിഡ്, ഫൂളിഷ്, സില്ലി അതുപോലത്തെ അഡ്ജക്റ്റീവ്സിന് ശേഷമാണെന്ന് പറഞ്ഞല്ലോ. ഈ പല അഡ്ജക്റ്റീവ്സിന് ശേഷവും നമുക്ക് ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ മീനിങ് ഡിഫറെൻ്റ് ആണ്. ആളുകൾ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ടു ഉപയോഗിക്കുന്നത്. ഓഫ് നമ്മൾ ഉപയോഗിക്കുന്നത് അവർ ചെയ്ത ഒരു പ്രവൃത്തിയെക്കുറിച്ചുള്ള നമ്മളുടെ അഭിപ്രായം, അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് തോന്നുന്നത് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. അവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് പറയുന്നതിന് വേണ്ടി ഈ അഡ്ജക്റ്റീവ്സിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക ടു ആണ്. നൈസ്, കൈൻഡ്, ഗുഡ്, ജനറസ്, പൊളൈറ്റ്, റൂഡ്, ഫ്രണ്ട്ലി, ക്രൂവൽ ഇതിനെല്ലാം ശേഷം നമുക്ക് ഉപയോഗിക്കാം ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. ഇതെല്ലാം നമുക്ക് കേട്ടാൽ മനസ്സിലാവും, ഇതെല്ലാം ആളുകൾ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു എന്ന് സൂചിപ്പിക്കുന്ന അഡ്ജക്റ്റീവ്സ് ആണ്. ഇത്തരം അഡ്ജക്റ്റീവ്സിന് ശേഷം അവർ നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്തു എന്ന് കാണിക്കുന്നതിന് വേണ്ടി നമുക്ക് ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. അവൾ എല്ലാവരോടും പരുഷമായി പെരുമാറും. അവൾ എല്ലാവരുടെ അടുത്തും റൂഡാണ് എന്നർത്ഥം. അതപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, ഷീ ഈസ് റൂഡ് ടു എവരി വൺ. അവൾ എല്ലാവരുടെ അടുത്തും മോശമായി പെരുമാറാറുള്ളൂ, പരുഷമായി പെരുമാറാറുള്ളൂ. റൂഡ് ടു നന്നായാണ് പെരുമാറുന്നതെങ്കിലോ ഷീ ഈസ് നൈസ് ടു എവരി വൺ, അല്ലെങ്കിൽ ഷീ ഈസ് കൈൻഡ് ടു എവരി വൺ, ഷീ ഈസ് ഗുഡ് ടു എവരി വൺ. അതെല്ലാം നമുക്ക് പറയാം. ജനറസ്, ജനറസ് എന്ന് പറയുമ്പോൾ എന്താ, ഉദാര മനസ്സുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജനറസ് എന്ന വാക്ക് പറയുന്നത്. അതായത് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കും, പണമായാലും മറ്റേത് രീതിയിലായാലും വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരും എന്നാണ് ജനറസ് എന്ന വാക്കിനർത്ഥം. ഷീ ഈസ് ജനറസ് ടു ഓൾ എന്ന് പറഞ്ഞാൽ അവൾ എല്ലാവർക്കും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും എന്നർത്ഥം. അവനോട് അല്പം ദയവ് കാണിക്കൂ. പ്ലീസ് ബി കൈൻഡ് ടു ഹിം. പ്ലീസ് ബി കൈൻഡ് ടു ഹിം. അവനോട് അല്പം ദയവ് കാണിക്കൂ. ബി കൈൻഡ് ടു ഹിം. കൈൻഡ് ഓഫ് ഹിം എന്നല്ല ഇവിടെ പറയുന്നത്. നമ്മൾ കൈൻഡ് ഓഫ് ഹിം എന്ന് പറയുമ്പോൾ അയാൾ ചെയ്ത ഏതോ ഒരു പ്രവൃത്തി നമുക്ക് വളരെ നന്നായി തോന്നി, അതാണ് കൈൻഡ് ഓഫ് ഹിം എന്ന് പറയുമ്പോൾ അതിനർത്ഥം. ബി കൈൻഡ് ടു ഹിം എന്ന് പറയുമ്പോഴോ നമ്മൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കേൾക്കുന്ന വ്യക്തി ആരോ അവർ അവനോട് കുറച്ച് ദയവോടുകൂടി നല്ല രീതിയിൽ പെരുമാറണം. പ്ലീസ് ബി കൈൻഡ് ടു ഹിം. നീ എന്താ അവളോട് ഇങ്ങനെ ഇഷ്ടമില്ലാത്ത പോലെ പെരുമാറുന്നത്? നീ എന്താണ് അങ്ങനെ ചെയ്യുന്നത്? വൈ ആർ യു സോ അൺഫ്രണ്ട്ലി ടു ഹെർ? വൈ ആർ യു സോ അൺഫ്രണ്ട്ലി ടു ഹെർ? എന്തുകൊണ്ടാണ് ഇത്ര മോശമായിട്ട്, ഇത്ര ഒരു അടുപ്പമില്ലാത്ത പോലെ പെരുമാറുന്നത്? ഹീ ഈസ് വെരി ഫ്രണ്ട്ലി ടു മീ എന്ന് പറയുമ്പോൾ അവൻ എൻ്റെ അടുത്ത് വളരെ അടുപ്പത്തോടു കൂടിയാണ്, നല്ല സൗഹാർദ്ദപരമായാണ് പെരുമാറുന്നത് എന്നർത്ഥം. അൺഫ്രണ്ട്ലി എന്ന് പറയുമ്പോഴോ ഒട്ടും സൗഹാർദ്ദപരമായി അല്ല പെരുമാറുന്നത്, ഒട്ടും ഇഷ്ടമില്ലാതെ അടുപ്പമില്ലാതെയാണ് പെരുമാറുന്നത്. വൈ ആർ യു സോ അൺഫ്രണ്ട്ലി ടു ഹെർ? എന്തുകൊണ്ടാണ് അവളോട് ഇത്രയും ഇഷ്ടമില്ലാത്ത പോലെ പെരുമാറുന്നത്? ഇവിടെയും നമ്മൾ ഉപയോഗിച്ച പ്രിപ്പോസിഷൻ ടു ആണ്. ആളുകൾ മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുന്ന രീതിയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ അഡ്ജക്റ്റീവിന് ശേഷം ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. അവർ എന്നോട് എന്നും നല്ലതായി പെരുമാറിയിട്ടുള്ളൂ. എന്നും അവരുമായി ഞാൻ ഇൻട്രാക്ട് ചെയ്തപ്പോഴെല്ലാം അവർ എൻ്റെ അടുത്ത് നന്നായാണ് പെരുമാറിയിട്ടുള്ളത്. നമ്മളിവിടെ ഏത് ടെൻസ് ഉപയോഗിക്കും? എന്നും എന്നതിന് നമുക്ക് ഓൾവേസ് എന്ന അഡ്വർബ് യൂസ് ചെയ്യാം. ഓൾവേസിൻ്റെ കൂടെ നമുക്ക് സിമ്പിൾ ടെൻസസ് ഉപയോഗിക്കാവുന്നതാണ്. ഷീസ് ഓൾവേസ് ലേറ്റ് എന്ന് പറഞ്ഞാൽ അവൾ എപ്പോഴും വൈകി വരുന്നവളാണ് എന്നർത്ഥം. ഇവിടെ നമ്മൾ അങ്ങനെയല്ല പറയുന്നത്, ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളപ്പോഴെല്ലാം നല്ലതുപോലെ പെരുമാറിയിട്ടുള്ളൂ എന്ന്. അതായത് നമ്മൾ ഒരുപാട് ഒക്കേഷൻസിലുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇതിനു മുമ്പ് കണ്ട സമയങ്ങളിലും
എല്ലായ്പ്പോഴും നന്നായാണ് പെരുമാറിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയാൻ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. നമ്മളതപ്പോൾ ഇങ്ങനെയാണ് പറയാം, ദേ ആർ ഓൾവേസ് നൈസ് ടു മീ അല്ലെങ്കിൽ ദേ ആർ ഓൾവേസ് കൈൻഡ് ടു മീ എന്ന് പറയുന്നതിലും നല്ലത് ദേ ഹാവ് ഓൾവേസ് ബീൻ നൈസ് ടു മീ എന്ന് പറയുന്നതാണ്. പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഇവിടെ കൂടുതൽ അപ്രോപ്രിയേറ്റ്. ഞാൻ വൈകി വന്നതിൽ അവൾക്ക് അപ്രിയമുണ്ടായിരുന്നു അല്ലെങ്കിൽ അലോസരമുണ്ടായിരുന്നു എന്നർത്ഥം. അതായത് ഞാൻ വൈകി വന്നത് അവൾക്ക് മുഷിവുണ്ടാക്കി. അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് അനോയിഡ്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുക വിത്താണ്. ആരുടെ അടുത്താണോ അവർക്ക് അപ്രിയം തോന്നിയത് അതിനെ സൂചിപ്പിക്കാനായി നമ്മൾ വിത്ത് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കും. എന്തിനാണ് അപ്രിയം തോന്നിയത് അതിനെ സൂചിപ്പിക്കാനായി നമ്മൾ 4+ing ഉപയോഗിക്കും. ഞാൻ വൈകി വന്നതിൽ അവൾക്ക് അപ്രിയമുണ്ടായിരുന്നു. ഷി വാസ് അനോയിഡ് വിത്ത് മീ. അവൾക്ക് എൻ്റെ അടുത്ത് ദേഷ്യമുണ്ടായിരുന്നു, മുഷിവുണ്ടായിരുന്നു. എന്തിന്? വൈകി വന്നതിൽ, ഫോർ കമ്മിങ് ലേറ്റ്. നമ്മളിവിടെ 2 പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഷി വാസ് അനോയിഡ് വിത്ത് മീ, അവൾക്ക് എൻ്റെ അടുത്ത് ദേഷ്യമുണ്ടായിരുന്നു. ഫോർ കമ്മിങ് ലേറ്റ്, വൈകി വന്നതിന്. ആംഗ്രി, അതിനുശേഷവും നമുക്കിങ്ങനെ വിത്ത് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. ഷീ ഈസ് ആംഗ്രി വിത്ത് മീ എന്ന് പറയുമ്പോൾ അവൾ എന്നോട് ദേഷ്യത്തിലാണ്. അനോയ് എന്ന് പറയുമ്പോൾ ദേഷ്യം തന്നെയാണ്, അത് ഒരുതരം മുഷിവ്. നമ്മൾ ചെയ്തൊരു കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു അപ്രിയം തോന്നുന്നതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് അനോയ് എന്ന് പറയുന്നത്. അനോയൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. ആങ്കർ പോലെ അത്ര സ്ട്രോങ് അല്ല ആ ഫീലിംഗ്. രണ്ടും തമ്മിൽ മീനിങ്ങിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഷി വാസ് അനോയ്ഡ് വിത്ത് മീ ഫോർ കമ്മിങ് ലേറ്റ്. ഏത് ആക്ടിവിറ്റിയാണോ ആ ഒരു റിയാക്ഷൻ അവരിൽ ഉണ്ടാക്കിയത് അതിനെക്കുറിച്ച് പറയാൻ ഫോർ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിനുശേഷം ING ഫോമാണ് ഉപയോഗിക്കുന്നത്. എപ്പോഴും ഒരു പ്രിപ്പോസിഷന് ശേഷം ഒരു വെർബ് വരുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ING ഫോമിലായിരിക്കണം. നമുക്ക് V1 ടു ഇൻഫിനിറ്റീവോ ഒന്നും ഒരു പ്രിപ്പോസിഷന് ശേഷം ഉപയോഗിക്കാൻ സാധിക്കില്ല. ഒരു പ്രിപ്പോസിഷന് ശേഷം ഏതെങ്കിലും ഒരു വെർബ് വന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ING ഫോമിൽ തന്നെയായിരിക്കണം. ഷി വാസ് അനോയ്ഡ് വിത്ത് മീ ഫോർ കമ്മിങ് ലേറ്റ്. അതുപോലെ തന്നെ ഒരു പ്രിപ്പോസിഷന് ശേഷം ഒരു പ്രൊനൗൺ വരുന്നുണ്ടെങ്കിൽ അത് എല്ലായ്പ്പോഴും അതിൻ്റെ ഒബ്ജക്റ്റ് ഫോമിലായിരിക്കണം. ഷി വാസ് അനോയ്ഡ് വിത്ത് ഐ എന്ന് പറയരുത്, വിത്ത് മീ അങ്ങനെ തന്നെ വേണം പറയാൻ. ഐ എന്ന പ്രൊനൗണിൻ്റെ ഒബ്ജക്റ്റ് ഫോമാണ് മീ. പ്രിപ്പോസിഷന് ശേഷം ഇത് രണ്ടും ഓർത്തിരിക്കുക. പ്രിപ്പോസിഷന് ശേഷം വരുന്ന വാക്ക് അത് അതിൻ്റെ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും അത് അതിൻ്റെ ഒബ്ജക്റ്റ് ഫോമിൽ തന്നെയായിരിക്കണം. നമുക്കൊരു പ്രിപ്പോസിഷന് ശേഷം ഒരു നൗൺ ഉപയോഗിക്കാം, ഒരു പ്രൊനൗൺ ഉപയോഗിക്കാം. ആ പ്രൊനൗൺ അതിൻ്റെ ഒബ്ജക്റ്റ് ഫോമിലായിരിക്കണം. നമുക്ക് വെർബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ING ഫോമിലായിരിക്കണം. ഷി വാസ് അനോയ്ഡ് വിത്ത് മീ ഫോർ കമ്മിങ് ലേറ്റ്. ഷി വാസ് അപ്സെറ്റ് വിത്ത് മീ ഫോർ ലൈയിങ് ടു ഹെർ. അവൾക്ക് എൻ്റെ അടുത്ത് വിഷമമുണ്ടായിരുന്നു, കാരണം ഞാൻ അവളുടെ അടുത്ത് കള്ളം പറഞ്ഞു. ഞാൻ അവളോട് കള്ളം പറഞ്ഞതിൽ അവൾക്ക് എൻ്റെ അടുത്ത് വിഷമമുണ്ടായിരുന്നു. ഷി വാസ് അപ്സെറ്റ് വിത്ത് മീ ഫോർ ലൈയിങ് ടു ഹെർ. അനോയ്ഡ്, അപ്സെറ്റ്, ആംഗ്രി ഇതെല്ലാം നമുക്കിങ്ങനെ വിത്ത് എന്ന പ്രിപ്പോസിഷൻ്റെ കൂടെ ഉപയോഗിക്കാം. ഈ വേർഡ് കോമ്പിനേഷൻസ് എല്ലാം കാണാതെ പഠിക്കുക എന്നത് തന്നെയാണ് ഇത് കറക്റ്റായി യൂസ് ചെയ്യുന്നുള്ള ഒരു മാർഗം. ജോലി നഷ്ടപ്പെട്ടതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിളിൽ അപ്സെറ്റിൻ്റെ കൂടെ നമ്മൾ വിത്താണ് ഉപയോഗിച്ചത്. ഷി വാസ് അപ്സെറ്റ് വിത്ത് മീ എന്ന് പറഞ്ഞു. അവൾക്ക് എൻ്റെ അടുത്ത് വിഷമമുണ്ട്. ഇവിടെ നമുക്ക് അതല്ല പറയേണ്ടത്. ജോലി നഷ്ടപ്പെട്ടതിലാണ് അവൾക്ക് വിഷമം, ആരോടെങ്കിലും അല്ല വിഷമം. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുക എബൌട്ട് എന്ന പ്രിപ്പോസിഷനാണ്. പറ്റി, ജോലി നഷ്ടപ്പെട്ടതിനെ പറ്റി അവൾക്ക് നല്ല വിഷമമുണ്ട്. ആ പറ്റി എന്ന അർത്ഥത്തിലാണ് നമ്മളവിടെ എബൌട്ട് ഉപയോഗിക്കുന്നത്. ഷീ ഈസ് അപ്സെറ്റ് എബൌട്ട് ലൂസിങ് ഹെർ ജോബ്. ഷീ ഈസ് റിയലി അപ്സെറ്റ് എബൌട്ട് ലൂസിങ് ഹെർ ജോബ്. അവൾക്ക് അവളുടെ ജോലി നഷ്ടപ്പെട്ടതിൽ വലിയ വിഷമമുണ്ട്. ഷീ ഈസ് റിയലി അപ്സെറ്റ് എബൌട്ട്. ഷീ ഈസ് റിയലി അപ്സെറ്റ് വിത്ത് അല്ല, ഷീ ഈസ് റിയലി അപ്സെറ്റ് ഫോറും അല്ല, ഷീ ഈസ് റിയലി അപ്സെറ്റ് എബൌട്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എബൌട്ട് എന്ന പ്രിപ്പോസിഷനാണ്. ജോലി നഷ്ടപ്പെട്ടതിനെ പറ്റി അവൾക്ക് നല്ല വിഷമമുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിനെ കുറിച്ച്, നമ്മളുടെ അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ട്, നമ്മളതിൽ ഒട്ടും തൃപ്തരല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ ആം ആംഗ്രി എബൌട്ട് ദ സിസ്റ്റം എന്ന് പറയാം. അവിടെയും നമ്മൾ ആംഗ്രി എന്ന അഡ്ജക്റ്റീവിന് ശേഷം എബൌട്ട് എന്ന ഒരു പ്രപ്പോസിഷനാണ് ഉപയോഗിച്ചത്. ഒരാളോട് നമുക്ക് ദേഷ്യമുണ്ട് എന്ന് പറയണമെങ്കിൽ ഐ ആം ആംഗ്രി വിത്ത് ഹിം എന്നാണ് പറയുക, അല്ലെങ്കിൽ വിത്ത് ഹെർ എന്നാണ് പറയുക. പക്ഷെ നമുക്ക് ഗവൺമെൻറ്റിനോട് ദേഷ്യം, അല്ലെങ്കിൽ നിലവിലുള്ള വ്യവസ്ഥയോട് ദേഷ്യം, അഴിമതിയോട് ദേഷ്യം, ഇതിനെക്കുറിച്ചൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഐ ആം ആംഗ്രി എബൌട്ട് ദ കറപ്ഷൻ എന്ന് പറയാം, ഐ ആം ആംഗ്രി എബൌട്ട് ദ സിസ്റ്റം എന്ന് പറയാം, ഐ ആം ആംഗ്രി എബൌട്ട് ദ ഇൻജസ്റ്റിസ് എന്ന് പറയാം. അനീതിയോട് എനിക്ക് അത്രയധികം ദേഷ്യമുണ്ട്. ആ അർത്ഥത്തിലെല്ലാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഏത് മീനിങ് ആണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനനുസരിച്ച് പ്രിപ്പോസിഷനിലും മാറ്റം വരും. ഷീ ഈസ് റിയലി അപ്സെറ്റ് എബൌട്ട് ലൂസിങ് ഹെർ ജോബ്. എബൌട്ടിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്ന മറ്റ് അഡ്ജക്റ്റീവ്സ് ആണിത്. എക്സൈറ്റഡ്, വറീഡ്, ആങ്ഷ്യസ്, നെർവസ്, ഹാപ്പി. ഹാപ്പിയുടെ കൂടെ നമുക്ക് വേറെ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കാൻ സാധിക്കും. എനിക്ക് പരീക്ഷയുടെ കാര്യത്തിൽ വേവലാതിയുണ്ട്. ഐ എം നെർവസ് എബൌട്ട് ദ എക്സാം. ഐ എം നെർവസ് എബൌട്ട് ദ എക്സാം.
റിസൾട്ടിൻ്റെ കാര്യത്തിൽ വേവലാതി ഉണ്ടെങ്കിലോ ഐ എം നെർവസ് അല്ലെങ്കിൽ ആങ്ഷ്യസ് എബൌട്ട് ദ റിസൾട്ട്. നമ്മൾ എന്തിനെങ്കിലും കുറിച്ച് എക്സൈറ്റഡ് ആണെങ്കിൽ ദേ ആർ എക്സൈറ്റഡ് എബൌട്ട് ദ ട്രിപ്പ്. അവർ യാത്ര പോകുന്നതിനെ കാര്യത്തിൽ വളരെ ആവേശഭരിതരാണ്. ദേ ആർ എക്സൈറ്റഡ് എബൌട്ട് ദ ട്രിപ്പ്. എന്തിനെങ്കിലും കുറിച്ച് നമ്മൾ ടെൻഷനാണ്, വറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം വറീഡ് എബൌട്ട് മൈ ഹെൽത്ത്, അല്ലെങ്കിൽ ഐ എം വറീഡ് അബൌട്ട് ഹിസ് ഹെൽത്ത്. അവൻ്റെ ആരോഗ്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അവൻ്റെ ആരോഗ്യത്തിൽ എനിക്ക് ആകുലതയുണ്ട്. ഐ എം വറീഡ് എബൌട്ട് ഹിസ് ഹെൽത്ത്. നമുക്ക് നമ്മുടെ റിസൾട്ട് കിട്ടിയതിൽ വളരെ നമ്മൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഐ എം ഹാപ്പി എബൌട്ട് മൈ റിസൾട്ട് എന്നും പറയാം, ഐ എം ഹാപ്പി വിത്ത് മൈ റിസൾട്ട് എന്നും പറയാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹാപ്പിയുടെ കൂടെ നമുക്ക് എബൌട്ട് മാത്രമല്ല വിത്ത് എന്ന പ്രിപ്പോസിഷൻ കൂടി ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ വിത്ത് ഉപയോഗിക്കുന്ന മറ്റു ചില അഡ്ജക്റ്റീവ്സ് ആണിത്. പ്ലീസ്ഡ്, സാറ്റിസ്ഫൈഡ്, ഹാപ്പി, ഡിലൈറ്റഡ്, ഡിസപ്പോയിൻറ്റഡ്, ഇതിൻ്റെ എല്ലാം കൂടെ നമുക്ക് വിത്ത് ഉപയോഗിക്കാം. നമ്മൾ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ച് പറയാൻ ടു എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. അവർ നമ്മളോട് പെരുമാറുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ റിയാക്ഷനെ കുറിച്ച് പറയാൻ നമ്മൾ വിത്ത് എന്ന പ്രിപ്പോസിഷനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഐ എം ആംഗ്രി വിത്ത് ഹർ, ഷി വാസ് റൂഡ് ടു മീ. അവൾ എന്നോട് പരുഷമായി പെരുമാറി, എനിക്ക് അവളുടെ അടുത്ത് ദേഷ്യമുണ്ട്. നിന്റെ റിസൾട്ടിൽ നീ ഹാപ്പിയാണോ? ആർ യു ഹാപ്പി എബൌട്ട് യുവർ റിസൾട്ട് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആർ യു ഹാപ്പി വിത്ത് യുവർ റിസൾട്ട് എന്ന് ചോദിക്കാം. ആർ യു ഹാപ്പി വിത്ത് യുവർ റിസൾട്ട്, എബൌട്ടും നമുക്കിവിടെ ഉപയോഗിക്കാം. നിന്റെ റിസൾട്ടിൽ നീ ഹാപ്പിയാണോ, നിന്റെ റിസൾട്ടിനെ കുറിച്ച് നീ ഹാപ്പിയാണോ? എൻ്റെ പ്രകടനത്തിൽ ഞാൻ തികച്ചും നിരാശനായിരുന്നു. ഞാൻ നിരാശനായിരുന്നു. ഐ വാസ് ഡിസപ്പോയിൻറ്റഡ്. എൻ്റെ പ്രകടനത്തിൽ വിത്ത് മൈ പെർഫോമൻസ്. ഐ വാസ് റിയലി ഡിസപ്പോയിൻറ്റഡ് വിത്ത് മൈ പെർഫോമൻസ്. തികച്ചും എന്ന ഒരു മീനിങ്ങിന് വേണ്ടിയാണ് നമ്മളിവിടെ റിയലി എന്നൊരു അഡ്വർബ് അവിടെ യൂസ് ചെയ്യുന്നത്. ഐ വാസ് റിയലി ഡിസപ്പോയിൻറ്റഡ് വിത്ത് മൈ പെർഫോമൻസ്. ഞാൻ വളരെ തൃപ്തയാണ് അല്ലെങ്കിൽ തൃപ്തനായിരുന്നു എന്നാണ് പറയേണ്ടതെങ്കിലും ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ പെർഫോമൻസ്. സാറ്റിസ്ഫൈഡ് വിത്ത്. എൻ്റെ അച്ഛനമ്മമാർക്ക് എന്നും എന്നിൽ നിരാശയേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ അവരെ എന്നും ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. മൈ പേരൻസ് ഹാവ് ഓൾവേസ് ബീൻ ഡിസപ്പോയിൻറ്റഡ് വിത്ത് മീ. മൈ പേരൻസ് ആർ എന്നല്ല പറയുന്നത്. കാരണം നമ്മളിവിടെ സംസാരിക്കുന്നത് പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഇതേവരെ കണ്ടിന്യൂ ചെയ്ത ഒരു സിറ്റുവേഷനെ കുറിച്ചാണ്. ഒരു ജനറൽ ട്രൂത്തിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഒരു ജനറൽ ട്രൂത്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം. ഷീ ഈസ് ഓൾവേസ് റൂഡ്. അവൾ എല്ലായ്പ്പോഴും എല്ലാവരുടെ അടുത്തും മോശമായിട്ടാണ് പെരുമാറുന്നത്. പക്ഷെ അവൾ എന്നെ കണ്ടിട്ടുള്ളപ്പോഴെല്ലാം എൻ്റെ അടുത്ത് മോശമായിട്ടാണ് പെരുമാറുന്നത് എന്നാണ് പറയേണ്ടതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുക ഷീ ഹാസ് ഓൾവേസ് ബീൻ റൂഡ് ടു മീ എന്നാണ്. ഞാനും അവൾ കണ്ട സമയത്തെല്ലാം അവൾ എൻ്റെ അടുത്ത് മോശമായി പെരുമാറിയിട്ടുള്ളൂ. ഷീ ഹാസ് ഓൾവേസ് ബീൻ റൂഡ് ടു മീ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. പക്ഷെ ജനറലി പറയുമ്പോൾ ഷീ ഈസ് ഓൾവേസ് റൂഡ് എന്ന് പറയാം. അവൾ എല്ലാവരുടെ അടുത്തും എല്ലായ്പ്പോഴും മോശമായിട്ടാണ് പെരുമാറുന്നത്. ഇവിടെ എൻ്റെ പേരൻസിന് എൻ്റെ അടുത്ത് എന്നും നിരാശയെ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നതും പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. മൈ പേരൻസ് ഹാവ് ഓൾവേസ് ബീൻ ഡിസപ്പോയിൻറ്റഡ് വിത്ത് മീ. ആർ എന്നതിൻ്റെ പ്രസൻറ്റ് പെർഫെക്റ്റ് ഫോമാണ് ഹാവ് ബീൻ എന്നത്. അവൾ പറഞ്ഞത് എന്നെ ഞെട്ടിച്ചു. ഐ വാസ് ഷോക്ക്ഡ് ബൈ വാട്ട് ഷീ സെഡ്, അല്ലെങ്കിൽ ഐ വാസ് ഷോക്ക്ഡ് അറ്റ് വാട്ട് ഷീ സെഡ്. ഷോക്ക്ഡ് എന്നതിന് ശേഷം നമുക്ക് ബൈ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം, അറ്റ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. ഐ വാസ് ഷോക്ക്ഡ് ബൈ വാട്ട് ഷീ സെഡ്. അവൾ പറഞ്ഞത് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അറ്റും നമുക്കിവിടെ ഉപയോഗിക്കാം. ഐ വാസ് ഷോക്ക്ഡ് അറ്റ് വാട്ട് ഷീ സെഡ്. ഇത് തന്നെ പ്രിപ്പോസിഷൻ ഇല്ലാതെയും നമുക്ക് പറയാം. വാട്ട് ഷീ സെഡ് ഷോക്ക്ഡ് മീ. വാട്ട് ഷീ സെഡ് ഷോക്ക്ഡ് മീ. അവൾ പറഞ്ഞത് എന്നെ ഞെട്ടിച്ചു. ആക്ച്വലി ഞാൻ എഴുതിയതിൻ്റെ എക്സാക്റ്റ് മലയാളം ഇവിടെ രണ്ടാമത്തതാണ്. വാട്ട് ഷീ സെഡ് ഷോക്ക്ഡ് മീ. അവൾ പറഞ്ഞത് എന്നെ ഞെട്ടിച്ചു. അത് നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് പറയുമ്പോൾ ഐ വാസ് ഷോക്ക്ഡ് ബൈ വാട്ട് ഷീ സെഡ്. അതൊരു പാസീവ് ഫോമാണ്. ഐ വാസ് ഷോക്ക്ഡ് എന്നത് ഒരു പാസീവ് വെർബ് ഫോമാണ്. അതിനുശേഷം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ബൈ എന്ന പ്രിപ്പോസിഷനാണ്. ഐ വാസ് ഷോക്ക്ഡ് ബൈ വാട്ട് ഷീ സെഡ്. അവൾ പറഞ്ഞത് എന്നെ ഞെട്ടിച്ചു. ആക്റ്റീവ് ഫോമിൽ ഉപയോഗിക്കുമ്പോൾ പിന്നെ അവിടെ പ്രിപ്പോസിഷൻ ഇല്ല. വാട്ട് ഷീ സെഡ് ഷോക്ക്ഡ് മീ. അവൻ്റെ തീരുമാനം എന്നെ അത്ഭുതപ്പെടുത്തി. ഐ വാസ് സർപ്രൈസ്ഡ് ബൈ ഹിസ് ഡിസിഷൻ, അല്ലെങ്കിൽ ഐ വാസ് സർപ്രൈസ്ഡ് അറ്റ് ഹിസ് ഡിസിഷൻ. ഇതും നമുക്ക് പ്രിപ്പോസിഷൻ ഇല്ലാതെ പറയാം. അതെങ്ങനെയാ പറയാം? അവൻ്റെ തീരുമാനം ഹിസ് ഡിസിഷൻ എന്നെ അത്ഭുതപ്പെടുത്തി. സർപ്രൈസ്ഡ് മീ. ഹിസ് ഡിസിഷൻ സർപ്രൈസ്ഡ് മീ. പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് പറയുമ്പോൾ ഐ വാസ് സർപ്രൈസ്ഡ് ബൈ ഹിസ് ഡിസിഷൻ എന്ന് കിട്ടും. അവൻ്റെ തീരുമാനം എന്നെ അത്ഭുതപ്പെടുത്തി എന്ന് പറയണമെങ്കിൽ ഹിസ് ഡിസിഷൻ സർപ്രൈസ്ഡ് മീ എന്ന് പറയാം. മീനിങ് തെറ്റാതെ ഇംഗ്ലീഷിൽ എങ്ങനെയെല്ലാം പറയാം അതാണ് നോക്കുന്നത്. അതുകൊണ്ട് മുകളിൽ എഴുതിയതിൻ്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ തന്നെയാണ് താഴെ എഴുതിയിരിക്കുന്നത് എന്ന് കരുതരുത്. അവൻ്റെ തീരുമാനം എന്നെ അത്ഭുതപ്പെടുത്തി എന്നതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ഹിസ് ഡിസിഷൻ സർപ്രൈസ്ഡ് മീ എന്നാണ്. നമ്മളത് പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഐ വാസ് സർപ്രൈസ്ഡ് ബൈ ഹിസ് ഡിസിഷൻ, അല്ലെങ്കിൽ ഐ വാസ് സർപ്രൈസ്ഡ് അറ്റ് ഹിസ് ഡിസിഷൻ. അവളുടെ ഇംഗ്ലീഷ് ഞങ്ങളെ ഇംപ്രസ് ചെയ്തു.
ഇപ്പോൾ സർപ്രൈസ്ഡ്, ഷോക്ക്ഡ് അതെല്ലാം പറഞ്ഞ പോലെ തന്നെ ഇംപ്രസ്ഡ് എന്ന വെർബിന് ശേഷവും നമുക്ക് ബൈ ഉപയോഗിക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് അറ്റ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് വിത്ത് എന്ന പ്രിപ്പോസിഷനാണ്. ഇംപ്രസിന് ശേഷം നമുക്ക് ഇംപ്രസ്ഡ് എന്ന അഡ്ജക്റ്റീവിന് ശേഷം നമുക്ക് ബൈ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിത്ത് ഉപയോഗിക്കാം. ഷോക്ക്ഡ്, സർപ്രൈസ്ഡ് അതിനെല്ലാം ശേഷം നമുക്ക് ബൈ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അറ്റ് ഉപയോഗിക്കാം. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിന് രണ്ടിന് ശേഷവും ബൈ ഉപയോഗിക്കാം. വി വർ ഇംപ്രസ്ഡ് ബൈ ഹെർ ഇംഗ്ലീഷ്, അവളുടെ ഇംഗ്ലീഷ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഇത് തന്നെ ഹെർ ഇംഗ്ലീഷ് ഇംപ്രസ്ഡ് അസ് എന്നും പറയാം. ഹെർ ഇംഗ്ലീഷ് ഇംപ്രസ്ഡ് അസ്, ഞങ്ങളെ അത് ഇംപ്രസ് ചെയ്തു. വി വർ ഇംപ്രസ്ഡ് ബൈ ഹെർ ഇംഗ്ലീഷ്, അവളുടെ ഇംഗ്ലീഷ് ഞങ്ങളെ ഇംപ്രസ് ചെയ്തു, വളരെ ആകൃഷ്ടരാക്കി, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം തോന്നി, അതെല്ലാമാണ് അതിനർത്ഥം. ഹെർ ഇംഗ്ലീഷ് ഇംപ്രസ്ഡ് അസ്, നമുക്ക് പ്രിപ്പോസിഷൻ ഇല്ലാതെയും ഇത് പറയാം. അവളുടെ ഇംഗ്ലീഷ് ഞങ്ങളെ ഇംപ്രസ് ചെയ്തു. ഹെർ ഇംഗ്ലീഷ് ഇംപ്രസ്ഡ് അസ്. ഇംപ്രസ്ഡ് എന്ന അഡ്ജക്റ്റീവിന് ശേഷം നമുക്ക് ബൈ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിത്ത് ഉപയോഗിക്കാം. സർപ്രൈസ്ഡിന് ശേഷം നമുക്ക് ബൈ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അറ്റ് ഉപയോഗിക്കാം. വിത്ത് അവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വേർഡ് കോമ്പിനേഷൻസ് കാണാതെ പഠിക്കുക, ഇത് കൂടെ കൂടെ ഉപയോഗിക്കുക, അതെല്ലാമാണ് ഇത് ഓർത്തിരിക്കാനുള്ള ഒരു മാർഗം. എനിക്ക് ഈ ജോലി ഇപ്പോൾ ഇഷ്ടമേ അല്ല. ഇപ്പോൾ ഇഷ്ടമേ അല്ല എന്ന് പറയുമ്പോൾ നേരത്തെ ഇഷ്ടമായിരുന്നു, ഇപ്പോൾ ഇഷ്ടമല്ല എന്നൊരർത്ഥമുണ്ട്. ഇത് നമ്മൾ എങ്ങനെ പറയും? ഇതിന് ഇംഗ്ലീഷിൽ നമുക്ക് നോ ലോങ്ങർ എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം, എനി ലോങ്ങർ എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം, എനി മോർ എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, ആ ക്ലാസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതറിയും. എനിക്ക് ഈ ജോലി ഇപ്പോൾ ഇഷ്ടമല്ല. ഐ നോ ലോങ്ങർ ലവ് ദിസ് ജോബ്, അല്ലെങ്കിൽ ഐ നോ ലോങ്ങർ എൻജോയ് ദിസ് ജോബ്. ഇത് തന്നെ എനി മോർ ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിലോ, ഐ ഡോണ്ട് എൻജോയ് ദിസ് ജോബ് എനി മോർ. ഐ ഡോണ്ട് എൻജോയ് മൈ ജോബ്, അല്ലെങ്കിൽ ദിസ് ജോബ് എനി മോർ. ഐ ഡോണ്ട് എൻജോയ് മൈ ജോബ് എനി മോർ. എനിക്ക് എൻ്റെ ജോലി ഇപ്പോൾ ഇഷ്ടമേ അല്ല. ഐ നോ ലോങ്ങർ എൻജോയ് മൈ ജോബ്. ഐ ആം ഫെഡ് അപ്പ് വിത്ത് ഇറ്റ്, എനിക്കത് മടുത്തു. ഐ ആം ബോർഡ് വിത്ത് ഇറ്റ്. ഇത് രണ്ടും നമുക്കിവിടെ പറയാം. ഒരു കാര്യം മടുത്തു എന്ന് പറയാൻ ഐ ആം ഫെഡ് അപ്പ് വിത്ത് ഇറ്റ് എന്ന് പറയാം. ഫെഡിന് ശേഷം അപ്പ് എന്നൊരു പ്രിപ്പോസിഷൻ കൂടിയുണ്ട്. രണ്ട് പ്രിപ്പോസിഷൻ നമ്മളോട് ഉപയോഗിക്കുന്നുണ്ട്. ഐ ആം ഫെഡ് അപ്പ് വിത്ത് ഇറ്റ്. ബോർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ അപ്പ് എന്ന പ്രിപ്പോസിഷൻ ഇല്ല, വിത്ത് മാത്രമേ ഉള്ളൂ. ഐ ആം ബോർഡ് വിത്ത് ഇറ്റ്, എനിക്കത് മടുത്തു. ആളുകളെ കുറിച്ച് പറയാനും നമുക്കിത് ഉപയോഗിക്കാം. ഐ ആം ഫെഡ് അപ്പ് വിത്ത് ഹെർ, അവളെ കൊണ്ട് ഞാൻ തോറ്റു, വലഞ്ഞു, അതെല്ലാമാണ് അതിനർത്ഥം. ഐ ആം ഫെഡ് അപ്പ് വിത്ത് ഹെർ. ഞാൻ കാത്തിരുന്നു മടുത്തു. മലയാളത്തിൽ മടുത്തു എന്ന് തന്നെയാണ് ഞാൻ എഴുതിയത്. ഇതിന് നമ്മളിവിടെ ഫെഡ് അപ്പ് എന്ന എക്സ്പ്രഷൻ അല്ല ഉപയോഗിക്കുന്നത്. അതിന് പകരം നമുക്ക് എന്ത് പറയാം? ഐ എം ടയേർഡ് ഓഫ് വെയിറ്റിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം സിക്ക് ഓഫ് വെയിറ്റിംഗ് എന്ന് പറയാം. ഐ എം ടയേർഡ് ഓഫ് വെയിറ്റിംഗ്, എനിക്ക് കാത്തിരുന്ന് മടുത്തു. ഓഫിന് ശേഷം ING ഫോമാണ് ഉപയോഗിക്കുന്നത്, ശ്രദ്ധിക്കണം. ഓഫ് ഒരു പ്രിപ്പോസിഷനാണ്. പ്രിപ്പോസിഷന് ശേഷം വരുന്ന വെർബ് എല്ലായ്പ്പോഴും അതിൻ്റെ ING ഫോമിൽ തന്നെ ആയിരിക്കണം. ഐ എം ടയേർഡ് ഓഫ് വെയിറ്റിംഗ്, അല്ലെങ്കിൽ ഐ ആം സിക്ക് ഓഫ് വെയിറ്റിംഗ്. ഇനി നമുക്ക് കുറച്ചുകൂടി ഒരു ഡ്രാമ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? സിക്ക് ആൻഡ് ടയേർഡ് ഓഫ് എന്നും പറയാം. ഐ എം സിക്ക് ആൻഡ് ടയേർഡ് ഓഫ് ഈറ്റിംഗ് ദ സെയിം ഫുഡ് എവറി ഡേ. എന്നും ഒരേ ഭക്ഷണം കഴിച്ച് എനിക്ക് മടുത്തു. ഐ എം സിക്ക് ആൻഡ് ടയേർഡ് ഓഫ് ഈറ്റിംഗ് ദ സെയിം ഫുഡ് എവറി ഡേ. ഇതിനെല്ലാം ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ING ഫോമാണ് എന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. റൂം അല്ലെങ്കിൽ ഓഫീസ്, വീട്, ഇതെല്ലാം വൃത്തിയില്ലാതെ ആകെ സാധനങ്ങളെല്ലാം അവിടെ ഇവിടെയും വലിച്ചു വാരിയിട്ട് കിടക്കുകയാണ് എന്ന് കരുതുക. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്ക് ഒരു വിസിറ്റർ വരികയാണ്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയില്ലേ, ഇതിങ്ങനെ വൃത്തിയില്ലാതെ കിടക്കുന്നതിൽ നമുക്ക് വിഷമമുണ്ട് എന്ന് പറയില്ലേ? അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് സോറി എബൌട്ട് എന്ന് പറയാം. ഐ എം സോറി എബൌട്ട് ദ മെസ്. ഐ എം സോറി എബൌട്ട് ദ മെസ്. ഇങ്ങനെ വൃത്തിയില്ലാത്ത സാധനങ്ങളെല്ലാം അവിടെ ഇവിടെയും വലിച്ചു വാരി ഇട്ടിരിക്കുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് മെസ്. ഐ എം സോറി എബൌട്ട് ദ മെസ്. ഇതിങ്ങനെ വൃത്തിയില്ലാതെ കിടക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഐ എം സോറി എബൌട്ട് ദ മെസ്. എബൌട്ട് എന്ന പ്രിപ്പോസിഷനാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്നലെ നിന്നോട് ഷൗട്ട് ചെയ്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ ഇന്നലെ നിൻ്റെ അടുത്ത് മോശമായി പെരുമാറി, ഞാൻ നിൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്തു, അതിൽ എനിക്ക് വിഷമമുണ്ട്. ഐ എം സോറി എബൌട്ട് ഷൗട്ടിങ് അറ്റ് യു യെസ്റ്റർഡേ. ഷൗട്ടിങ്ങിന് ശേഷം പിന്നെ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റാണ്, അതുകൂടി ശ്രദ്ധിക്കണം. ഐ എം സോറി എബൌട്ട് ഷൗട്ടിങ് അറ്റ് യു യെസ്റ്റർഡേ, അല്ലെങ്കിൽ നമുക്കിവിടെ ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. ഐ എം സോറി ഫോർ ഷൗട്ടിങ് അറ്റ് യു യെസ്റ്റർഡേ. ഇവിടെ നമുക്ക് ഫോർ എന്ന പ്രിപ്പോസിഷനും എബൌട്ട് എന്ന പ്രിപ്പോസിഷനും ഉപയോഗിക്കാൻ സാധിക്കും. ഐ എം സോറി ഫോർ ഷൗട്ടിങ് അറ്റ് യു യെസ്റ്റർഡേ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ എം സോറി എബൌട്ട് ഷൗട്ടിങ് അറ്റ് യു യെസ്റ്റർഡേ എന്നും പറയാം. ഇത് തന്നെ പ്രിപ്പോസിഷൻ ഇല്ലാതെയും പറയാം. ഐ എം സോറി ഐ ഷൗട്ടഡ് അറ്റ് യു. ഞാൻ നിൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്തതിൽ എനിക്ക് വിഷമമുണ്ട്. ഐ എം സോറി ഐ ഷൗട്ടഡ് അറ്റ് യു. സോറി എബൌട്ടും സോറി ഫോറും നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് അതിൽ വിഷമമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എന്തിനെങ്കിലും കുറിച്ച് നമുക്ക് വിഷമമുണ്ട് എന്ന് പറയാൻ നമുക്ക് സോറി ഫോർ ഉപയോഗിക്കാം, സോറി എബൌട്ട് ഉപയോഗിക്കാം. അതിനുശേഷം വരുന്നത് ING ഫോമാണ്.
നൗണും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഐ എം സോറി എബൌട്ട് ദ മെസ്, അവിടെ നമ്മൾ നൗണാണ് ഉപയോഗിച്ചത്. ഐ എം സോറി എബൌട്ട് ഷൗട്ടിങ് അറ്റ് യു, അല്ലെങ്കിൽ ഐ എം സോറി ഫോർ ഷൗട്ടിങ് അറ്റ് യു, അവിടെ ഉപയോഗിക്കുന്നത് ING ഫോമാണ്. ഇനി അതങ്ങനെയല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് വിഷമമുണ്ട്, നമ്മളൊന്നും ചെയ്തിട്ടല്ല, പക്ഷെ അവരുടെ ഒരു സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ നമുക്ക് അവരെക്കുറിച്ച് വിഷമം തോന്നുന്നു. അതിനെക്കുറിച്ച് പറയാൻ നമ്മളെപ്പോഴും സോറി ഫോർ എന്നാണ് പറയുക, സോറി എബൌട്ട് എന്ന് പറയരുത്. എനിക്ക് അവൻ്റെ കാര്യത്തിൽ വിഷമമുണ്ട്, ഐ ഫീൽ സോറി ഫോർ ഹിം, എനിക്ക് അവൻ്റെ കാര്യത്തിൽ വിഷമമുണ്ട്, ഐ ഫീൽ സോറി ഫോർ ഹിം. അവൻ ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. ഹി ഹാസ് ബീൻ ത്രൂ എ ലോട്ട്, ഹി ഹാസ് സഫേർഡ് എ ലോട്ട്, ഹി ഹാസ് ഫേസ്ഡ് എ ലോട്ട് ഓഫ് ഹാർഡ്ഷിപ്സ്. നമുക്കിതെല്ലാം പല രീതിയിൽ പറയാം. ഹി ഹാസ് ബീൻ ത്രൂ എ ലോട്ട്, അവൻ ഒരുപാട് അനുഭവിച്ചു. ഹി ഹാസ് സഫേർഡ് എ ലോട്ട്, അത് തന്നെയാണ് അതിൻ്റെയും അർത്ഥം. ഹി ഹാസ് ഫേസ്ഡ് എ ലോട്ട് ഓഫ് ഹാർഡ്ഷിപ്സ്, അവൻ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നു. ഹി ഹാസ് ഫേസ്ഡ് എ ലോട്ട് ഓഫ് ഹാർഡ്ഷിപ്സ്. ഐ ഫീൽ സോറി ഫോർ ഹിം. ആളുകളെക്കുറിച്ച്, നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചല്ല, മറ്റുള്ളവരുടെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് വിഷമമുണ്ട് എന്ന് പറയാൻ സോറി ഫോർ തന്നെ ഉപയോഗിക്കാം. അവൾ ഒരിക്കലും താങ്ക് യു പറയില്ല, താങ്ക് യു പറയാറില്ല. ഷീ നെവർ സേസ് താങ്ക് യു, ഷീ നെവർ സേസ് താങ്ക് യു. അത് അവളുടെ ഒരു ഹാബിറ്റാണ്. ആരെന്ത് സഹായം അവൾക്ക് ചെയ്തു കൊടുത്താലും അവൾ താങ്ക് യു പറയാറില്ല. അത് അത്ര മര്യാദയല്ല. ദാറ്റ് ഈസ് നോട്ട് വെരി പൊളൈറ്റ് ഓഫ് ഹെർ. ഇവിടെ നമ്മൾ ഏത് പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്? പൊളൈറ്റ് ഓഫ് ഹെർ. അവളുടെ ആ ഒരു പ്രവൃത്തിയോടുള്ള നമ്മുടെ റിയാക്ഷനാണിത്. അവൾ ചെയ്തത് നല്ലതാണോ ചീത്തയാണോ, അത് ശരിയാണോ തെറ്റാണോ എന്നെല്ലാം പറയുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഓഫ് എന്ന് പറയുന്നത്. നൈസ് ഓഫ് യു, കൈൻഡ് ഓഫ് യു, പൊളൈറ്റ് ഓഫ് യു, നമ്മൾ ആദ്യം നോക്കിയ എക്സാമ്പിൾസിൽ ഇത് പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് നോട്ട് വെരി പൊളൈറ്റ് ഓഫ് ഹെർ. അത് അത്ര മര്യാദയുള്ളൊരു കാര്യമല്ല. ദാറ്റ് ഈസ് നോട്ട് വെരി പൊളൈറ്റ് ഓഫ് ഹെർ. അവൾ എന്നോട് പൊളൈറ്റ് ആയിട്ടാണ് പെരുമാറുന്നത് എന്നാണ് പറയേണ്ടതെങ്കിൽ പറയുക ഷീ ഈസ് പൊളൈറ്റ് ടു മീ എന്നാണ് പറയുക. അവിടെ നമ്മൾ ടു എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ഇത് അവളുടെ ഒരു പ്രവൃത്തിയോട് നമുക്കുള്ള റിയാക്ഷനാണ്. ദാറ്റ് ഈസ് നോട്ട് വെരി പൊളൈറ്റ് ഓഫ് ഹെർ. ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? വാട്ട് റോങ് ഹാവ് ഐ ഡൺ? നിനക്ക് എന്താണ് എന്നോട് ഇത്ര ദേഷ്യം? വൈ ആർ യു സോ ആംഗ്രി വിത്ത് മീ? വാട്ട് റോങ് ഹാവ് ഐ ഡൺ എന്നും ചോദിക്കാം, വാട്ട് ഹാവ് ഐ ഡൺ റോങ് എന്നും ചോദിക്കാം. വാട്ട് റോങ് ഹാവ് ഐ ഡൺ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, അല്ലെങ്കിൽ വാട്ട് ഹാവ് ഐ ഡൺ റോങ്. വൈ ആർ യു സോ ആംഗ്രി വിത്ത് മീ, അല്ലെങ്കിൽ ഫ്യൂരിയസ് വിത്ത് മീ, എന്നോട് എന്താണ് ഇത്ര ദേഷ്യം. വൈ ആർ യു സോ ആംഗ്രി വിത്ത് മീ. നിനക്ക് ലഭിച്ച സമ്മാനത്തിൽ നീ ഹാപ്പിയാണോ? ഹാപ്പിക്ക് ശേഷം നമുക്ക് വിത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എബൌട്ട് ഉപയോഗിക്കാം. ആർ യു ഹാപ്പി വിത്ത് ദ പ്രസൻറ്റ് യു റിസീവ്ഡ്? ആർ യു ഹാപ്പി വിത്ത് ദ പ്രസൻറ്റ് യു റിസീവ്ഡ്, അല്ലെങ്കിൽ ആർ യു ഹാപ്പി എബൌട്ട് ദ പ്രസൻറ്റ് യു റിസീവ്ഡ്. നിനക്ക് ലഭിച്ച പ്രസൻറ്റിൽ, സമ്മാനത്തിൽ നീ ഹാപ്പിയാണോ? ആർ യു ഹാപ്പി വിത്ത് ദ പ്രസൻറ്റ് യു റിസീവ്ഡ്. കുട്ടികളെയും മൃഗങ്ങളെയും ദ്രോഹിക്കുന്നവരെ എനിക്ക് വെറുപ്പാണ്. ഐ ഹേറ്റ് പീപ്പിൾ ഹു ആർ ക്രൂവൽ ടു ആനിമൽസ് ആൻഡ് ചിൽഡ്രൻ. ക്രൂവൽ ടു, ക്രൂരമായി അവരോട് പെരുമാറുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. നമ്മളിവിടെ അല്പം ലെങ്തിയായ ഒരു സെൻറ്റൻസ് ആണ് ഉപയോഗിച്ചത്. ഇവിടെ നമ്മളൊരു റിലേറ്റീവ് ക്ലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഹു ആർ ക്രൂവൽ ടു ആനിമൽസ് ആൻഡ് ചിൽഡ്രൻ, അതൊരു റിലേറ്റീവ് ക്ലോസ് ആണ്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുക. ഐ ഹേറ്റ് പീപ്പിൾ, എനിക്ക് ആളുകളെ വെറുപ്പാണ്. ദേ ആർ ക്രൂവൽ ടു ആനിമൽസ് ആൻഡ് ചിൽഡ്രൻ. നമ്മൾ ഈ ദേ എന്ന ആ പ്രൊനൗണിന് പകരമാണ് പിന്നെ നമ്മൾ അവിടെ ഹു എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ക്ലോസുകളെ കണക്ട് ചെയ്യാനും സാധിക്കും. റിലേറ്റീവ് പ്രൊനൗൺസിനെ കുറിച്ചും റിലേറ്റീവ് ക്ലോസസിനെ കുറിച്ചും നമ്മൾ നേരത്തെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും അറിയാത്തവർ തീർച്ചയായും ആ വീഡിയോസ് എല്ലാം കണ്ടു നോക്കും. നമുക്ക് ക്ലോസസ് ഉപയോഗിച്ച് എങ്ങനെ കണക്ട് ചെയ്യാം, പ്രത്യേകിച്ചും റിലേറ്റീവ് പ്രൊനൗൺസ് എല്ലാം ഉപയോഗിച്ച് എങ്ങനെ കണക്ട് ചെയ്യാം എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് കോംപ്ലക്സ് സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ എഴുതാൻ സാധിക്കൂ. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും അത് കണ്ടു നോക്കൂ, യൂസ്ഫുൾ ആണ്. ഐ ഹേറ്റ് പീപ്പിൾ ഹു ആർ ക്രൂവൽ ടു ആനിമൽസ് ആൻഡ് ചിൽഡ്രൻ. കുട്ടികളെയും മൃഗങ്ങളെയും ദ്രോഹിക്കുന്നവരെ, അവരുടെ അടുത്ത് ക്രൂരമായി പെരുമാറുന്നവരെ എനിക്കിഷ്ടമല്ല. ദേ എന്ന ആ പ്രൊനൗണിന് പകരമാണ് നമ്മൾ ഹു എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത്. ആളുകളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഹു ഉപയോഗിക്കുക. വസ്തുക്കളെക്കുറിച്ച് പറയാൻ നമ്മൾ വിച്ചാണ് ഉപയോഗിക്കുക. പിന്നെ ഹു എന്ന റിലേറ്റീവ് പ്രൊനൗണോട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ രണ്ട് സെൻറ്റൻസിനെയും കണക്ട് ചെയ്തിട്ട് ഒറ്റ സെൻറ്റൻസ് ആയിട്ടാണ് പിന്നെ എഴുതുന്നത്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി എന്ന് പറയുമ്പോൾ ഏതാനും മാസങ്ങളോ ആഴ്ചകളോ ഒക്കെ ആയി എന്നർത്ഥം. പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴായി സംസാരിക്കുന്ന സമയം വരെയും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച്, ഒരു ആക്ടിവിറ്റിയെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഏത് ടെൻസാണ് ഉപയോഗിക്കുക? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ എ വൈൽ, കുറച്ചായി. ഫോർ എ വൈൽ, ഫോർ എ ലോങ് ടൈം എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം എന്നർത്ഥം. ഫോർ എ വൈൽ എന്ന് പറയുമ്പോൾ അത്ര ലെങ്തി ആയ ഒരു പീരീഡ് അല്ല, എന്നാൽ അത്യാവശ്യം സമയമുണ്ട്. കുറച്ചായി എന്ന് പറയില്ലേ, അത് തന്നെയാണ് അതിനർത്ഥം. ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ എ വൈൽ. പക്ഷേ എൻ്റെ പുരോഗതിയിൽ ഞാൻ സംതൃപ്തയല്ല.
but I am not satisfied with my progress. I have been learning English for a while, but I am not satisfied with my progress. Satisfied with, disappointed with, നിരാശയാണ് എന്ന് പറയാം. ഡിസപ്പോയിൻറ്റഡ് വിത്ത്, സാറ്റിസ്ഫൈഡ് വിത്ത് എന്ന് പറയുമ്പോൾ സംതൃപ്തയാണ്. ഈ ലെസൺ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. നമ്മൾ എപ്പോഴും കോമൺ ആയി ഉപയോഗിക്കേണ്ടി വരുന്ന ചില അജക്റ്റീവ് പ്ലസ് പ്രിപ്പോസിഷൻ കോമ്പിനേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇങ്ങനെ ഒരുപാട് അജക്റ്റീവ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്കത് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കാണാതെ ഓർത്തിരിക്കണമെങ്കിൽ ഇതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ തന്നെ കാണാതെ പഠിക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ഏറ്റവും ഇഫക്റ്റീവായ മാർഗം. ലെസൺ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓൺലൈൻ ക്ലാസ്സിൽ താല്പര്യമുള്ളവർ തീർച്ചയായും ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ, വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.